നേർവഴി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ സംഗീത വിദ്യാർത്ഥിനിയായ PV മഞ്ജുശ്രീയുമായി ദിലീപ് MK നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം. എല്ലാം നീയേ ശൗരേ, എനിക്കെല്ലാം നീയേ കൃഷ്ണമുരാരേ, എല്ലാം നീയേ ശൗരേ, എനിക്കെല്ലാം നീയേ കൃഷ്ണമുരാരേ, എല്ലാം നീയേ ശൗരേ. ജനകൻ നീ, ജനനിയും നീ, ജന്മജന്മാന്തര ബന്ധുവും നീ. ഓരോ ശ്വാസ നിശ്വാസവും നടപ്പൂ, ഓരോ ശ്വാസ നിശ്വാസവും നടപ്പൂ, നാരായണ നിന്റെ കൽപ്പനയായി, എല്ലാം നീയേ ശൗരേ. പ്രിയ ശ്രോതാക്കളെ, നേർവഴിയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നേർവഴിയിൽ നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് സംഗീത വിദ്യാർത്ഥിനിയായ മഞ്ജുശ്രീ. മഞ്ജുശ്രീ, നേർവഴിയിലേക്ക് സ്വാഗതം. മഞ്ജുശ്രീ ഒരു സംഗീത വിദ്യാർത്ഥിനിയാണെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു നേർവഴിയിൽ പാട്ടുകൾ കേൾക്കാനായിട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് താല്പര്യം ഉണ്ടാവും. കുട്ടിക്കാലം മുതലേ പാട്ടൊക്കെ പാടുമായിരുന്നു? കുട്ടിക്കാലം മുതൽ ഞാൻ പാടുമായിരുന്നു എന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. ഏത് പാട്ട് കേട്ടാലും അപ്പം തന്നെ പഠിക്കും, അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ പാട്ട് പഠിപ്പിക്കണം എന്നൊക്കെ അമ്മക്ക് മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ശ്രുതി വാരിജാഷൻ എന്ന് പറഞ്ഞൊരു മാഷിന്റെ കീഴിലാണ് ഫസ്റ്റ് സംഗീതം പഠിക്കുന്നത്. അതിനു മുമ്പേ ബ്ലൈൻഡ് സ്കൂളിൽ മ്യൂസിക് സാർ ഉണ്ടായിരുന്നു, TP ശ്രീനിവാസ മാഷ്, കാസർഗോഡ് ബ്ലൈൻഡ് സ്കൂളിൽ. അപ്പൊ ആ മാഷ് സംഗീതം പഠിപ്പിച്ചായിരുന്നു. മഞ്ജുശ്രീയുടെ ശരിക്കുള്ള സ്ഥലം എവിടെയാണ്? കാസർഗോഡ്. ഇപ്പൊ പഠനത്തിന്റെ ആവശ്യമായിട്ട് തിരുവനന്തപുരത്താണല്ലേ? സ്കൂൾ പഠനമൊക്കെ എങ്ങനെയായിരുന്നു? കാസർഗോഡ് തന്നെയായിരുന്നു? 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ബ്ലൈൻഡ് സ്കൂളിലായിരുന്നു. 8ഉം 9ഉം 10ഉം +1 +2 സാധാരണ നാട്ടിൽ തന്നെ സൈറ്റഡ് സ്കൂളിൽ ചേർന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ പാട്ട് മത്സരങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു? പാട്ട് മത്സരം ഉണ്ടായിരുന്നു, മത്സരത്തിന് പങ്കെടുത്തായിരുന്നു. A ഗ്രേഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ശാസ്ത്രീയ സംഗീതത്തിന് തമിഴ് പദ്യം, കന്നഡ പദ്യം ഫസ്റ്റൊക്കെ കിട്ടിയായിരുന്നു. പിന്നീട് കോളേജ് പഠിക്കാനായിട്ട് തിരുവനന്തപുരത്തേക്ക് വരാനുള്ള ഒരു സാഹചര്യം എന്താണ്? എന്നെ പാട്ട് പഠിപ്പിക്കുന്ന ഒരു അങ്കിളുണ്ട്, ഒരു പത്തനംതിട്ടയിൽ ഇലന്തൂർ വേണുഗോപാൽ സാറാണ് എന്നെ ഇപ്പോൾ ഓൺലൈനിൽ നിലവിൽ പാട്ട് പഠിപ്പിക്കുന്നത്. അതുവരെ ശ്രീരാമാഗീതായ സാറായിരുന്നു പഠിപ്പിച്ചുകൊണ്ടായി. കൊറോണ വന്നതിന് ശേഷം ലോക്ക്ഡൗൺ ആയി, എവിടെയും പോകാൻ പറ്റാത്ത സാഹചര്യമായി. ഫോണൊക്കെ കിട്ടിയപ്പോൾ ഗ്രൂപ്പ് കൂടെ അദ്ദേഹത്തെ പരിചയപ്പെട്ടു, വാട്സപ്പ് കൂട്ടായ്മയിലൂടെ. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടപ്പോൾ അമ്മ അദ്ദേഹത്തോട് ചോദിച്ചു പാട്ട് പഠിപ്പിക്കുമെന്ന്. അപ്പൊ അദ്ദേഹം പഠിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം സ്വാതിൽ തന്നെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഈ കോളേജിൽ അപേക്ഷിക്കാൻ സാറ് പറഞ്ഞു. ഞങ്ങൾ അപേക്ഷിച്ചു. ഇന്റർവ്യൂവിന് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടി. കുട്ടിക്കാലത്ത് ബ്ലൈൻഡ് സ്കൂളിലായിട്ടാണല്ലോ പഠിച്ചിരുന്നത്. ഈ ബ്ലൈൻഡ് സ്കൂള്, അവിടുത്തെ ഒരു പഠനം എത്രത്തോളം ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സഹായിച്ചിട്ടുണ്ട്? ചെറുതായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട്. പക്ഷെ കൂടുതലും സൈറ്റഡ് സ്കൂളിൽ വന്നതിന് ശേഷമാണ് എനിക്ക് കുറച്ചും കൂടി പഠിക്കാനുള്ള ഒരു കഴിവൊക്കെ ഡെവലപ്ഡ് ആയത്. ബ്ലൈൻഡ് സ്കൂളിലാകുമ്പോൾ എല്ലാവരും നമ്മളെ പോലത്തെ അധ്യാപകരും നമ്മളെ പോലത്തെ ആൾക്കാരാണ്. പിന്നെ കാഴ്ചയിലെ ടീച്ചേഴ്സ് 1 2 അങ്ങനെ ഉള്ളൂ. ബാക്കി എല്ലാവരും നമ്മളെ പോലത്തെ ആൾക്കാരായതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഒരു ഇതായില്ല. പക്ഷെ സൈറ്റഡ് സ്കൂളിൽ വന്നപ്പോൾ കാഴ്ചയിലെ ടീച്ചേഴ്സ് നല്ല ശ്രദ്ധിച്ച് തുടങ്ങിയപ്പോൾ നന്നായിട്ട് പഠിക്കാൻ പറ്റി. കൂട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? കൂട്ടുകാർ നല്ല സപ്പോർട്ടാണ്, എനിക്ക് ഒരുപാട് നോട്ടൊക്കെ തന്നിട്ടുണ്ട്. ഈ ശാസ്ത്രീയ സംഗീതത്തിന് അന്ന് പാടിയിരുന്ന ഏതെങ്കിലും കൃതികൾ ഓർമ്മയുണ്ടോ? സ്കൂൾ പഠനകാലത്തൊക്കെ പാടിയിരുന്ന? സ്കൂൾ പഠനകാലത്ത് ഞാൻ പാടിയത് മഹാദേവ ശിവശംഭോ എന്ന കൃതിയാണ്. അതിൻ്റെ ഒരു 2 വരി ഒന്ന് പാടാം. മഹാദേവ ശിവശംഭോ, മഹാദേവ ശിവശംഭോ, ശ്രീ മഹാദേവ ശിവശംഭോ,
ശ്രീ മഹാദേവ ശിവശംഭോ ശ്രീ മഹാദേവ ശിവശംഭോ ശ്രീമാരകോടി സുന്ദര പ്രഭോ 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 ശ്രീ മഹാദേവ ശിവശംഭോ ശിവശംഭോ. ഇങ്ങനെ പാട്ടുകൾ പഠിക്കുമ്പോൾ പലപ്പോഴും പാട്ടിന്റെ വരികളൊക്കെ പഠിക്കാൻ വേണ്ടി ഓർമ്മശക്തിയെ കൂടുതലായിട്ട് ആശ്രയിക്കേണ്ടി വരത്തില്ലേ? ഇത് പഠനത്തിൽ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? പഠനത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കുറെ പ്രാവശ്യം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റും. ഫസ്റ്റ് പഠിക്കുമ്പോൾ ഒരു പ്രയാസം പോലെ തോന്നും, പിന്നെ അത് ഈസി ആയിട്ട് പാടാനും പഠിക്കുവാനും സാധിക്കും. ഇപ്പൊ ഈ പാട്ട് പഠിക്കുമ്പോൾ ഇപ്പോൾ വീണ്ടും വീണ്ടും കേൾക്കാനൊക്കെ ഉള്ള ഒരുപാട് മൊബൈൽ പോലുള്ള ഉപകരണങ്ങൾ ഒരുപാട് സാധ്യത, അതൊക്കെ ഉപയോഗിക്കാറുണ്ടോ? ഉണ്ട്. യൂട്യൂബിൽ ഒരുപാട് പാട്ടൊക്കെ കേൾക്കും, ഒരുപാട് മ്യൂസീഷ്യന്മാരുടെ വീഡിയോസ് കേൾക്കും, അങ്ങനെയൊക്കെ പഠിക്കും. ലളിതഗാനങ്ങൾ പാടാറുണ്ടോ? ലളിതഗാനങ്ങള് സ്കൂളിൽ മത്സരങ്ങളിലാണ് പാടിയത്, പിന്നെ അങ്ങനെ പാടിയിട്ടില്ല. ഒരു 2 വരി ഒന്ന് പാടാം. കാവ്യകല്ലോലിനി ഒഴുകി ഒഴുകി വന്ന ശ്യാമവിമോഹന തീരം, കാവ്യകല്ലോലിനി ഒഴുകി ഒഴുകി വന്ന ശ്യാമവിമോഹന തീരം, കനകവിരചിതമാം കഥകളി മുദ്രകൾ കളിയരങ്ങുണർത്തുന്ന തീരം, മലയാൻമ മലരുന്ന മണിത്തീരം, കാവ്യകല്ലോലിനി ഒഴുകി ഒഴുകി വന്ന ശ്യാമവിമോഹന തീരം. സ്റ്റേജ് പെർഫോമൻസുകൾ എങ്ങനെയാണ്? കച്ചേരികളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നിലവിൽ? കച്ചേരി കോളേജിൽ വരുന്നതിന് മുമ്പ് നാട്ടിലൊക്കെ ചെറുതായിട്ട് കച്ചേരി പാടിയായിരുന്നു. നാട്ടിലൊരു സാറുണ്ട്, വാസുദേവൻ നമ്പീശൻ സാറ്. അപ്പം അദ്ദേഹം പ്രോഗ്രാമിന് എന്നെ വിളിക്കും. കച്ചേരി നന്നായിട്ട് പാടാൻ പഠിക്കണം, സിനിമ പാട്ടും ഭക്തിഗാനം മാത്രമല്ല കച്ചേരി നന്നായിട്ട് പാടണം എന്ന് പറയും. ഭക്തിഗാനങ്ങളൊക്കെ പുറത്തു പോയി പാടാറുണ്ടോ? പുറത്തു പോയി പാടിയിട്ടുണ്ട് ഗാനമേളക്ക്. ഇവിടെ തന്നെ മഹാദേവ ക്ഷേത്രത്തിൽ ഭക്തിഗാന ആലാപനം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ പോയി പാടിയായിരുന്നു. പാട്ട് പഠിക്കുന്നതിലാണെങ്കിലും അല്ലാത്ത കാര്യങ്ങളിലൊക്കെ അമ്മയുടെ ഒരു പിന്തുണ എത്രത്തോളം ഉണ്ട്? അമ്മ നല്ലൊരു സപ്പോർട്ടാണ്. അമ്മ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും പഠിക്കാൻ പറ്റുന്നത്. എല്ലാം വായിച്ചു തരും, കുറേ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു തരും, അങ്ങനെയൊക്കെ നല്ല സപ്പോർട്ടാണ്. അമ്മയാണ് എൻ്റെ ഒരു വെളിച്ചം. സംഗീതമായിട്ട് ബന്ധപ്പെട്ട ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഭാവി പരിപാടി എന്ന് പറയുന്നത്, എനിക്ക് കുറച്ച് കുട്ടികളൊക്കെ ഒന്ന് പാട്ട് പഠിപ്പിക്കണം, അങ്ങനത്തെ ആഗ്രഹമൊക്കെ ഉണ്ട്. സാധിക്കുമെന്ന് വിചാരിക്കുന്നു. കാഴ്ച പരിമിതിയുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സന്നദ്ധ സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പരിശീലനമൊക്കെ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ അധികം പരിശീലനം ലഭിച്ചിട്ടില്ല. ആകെ മൊബിലിറ്റിയിൽ ചെറിയൊരു പരിശീലനം ലഭിച്ചായിരുന്നു, അതല്ലാതെ വേറെ ഒന്നും ലഭിച്ചില്ല. ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പഠിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? കമ്പ്യൂട്ടർ ചെറുതായിട്ട് ഞാൻ ജ്യോതിർഗമയിൽ ചെന്നപ്പോൾ പഠിച്ചായിരുന്നു. അവിടെ ഒരു അരുണ മാമാണ് കീബോർഡ് പഠിപ്പിച്ചത്. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, അപ്പം ഞാൻ ടൈപ്പ് ചെയ്യുമായിരുന്നു. അത്രയൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. പാട്ട് പാടുക അല്ലാതെ മറ്റേതെങ്കിലും സംഗീത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ? വയലിൻ വായിക്കും. കോളേജിൽ വോക്കലിന്റെ കൂടെ സബായിട്ട് വയലിൻ പഠിക്കാനുണ്ട് ഡിഗ്രിക്ക്. വയലിൻ ഇത്രയൊക്കെ വായിക്കാൻ പറ്റുന്ന കോളേജ് വന്നപ്പോഴാണ് മനസ്സിലായത്. കോളേജിലുള്ള ആളുകളുടെ ഭാഗത്തു നിന്നെല്ലാം നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്.
നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സാറുമാരും നന്നായിട്ട് പഠിപ്പിക്കും. പിന്നെ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി പ്രത്യേക ഒരു ഫ്രണ്ടിനെ തന്നെ സാറ് ചെയ്തു തന്നു. പേരെന്താണ് ഫ്രണ്ടിന്റെ? ആരോമല്ലേ, അവനാണ് വയലിൻ പഠിപ്പിക്കുന്നത്. വീട്ടില് വന്ന് പഠിപ്പിക്കും. അപ്പൊ അങ്ങനെ ഒരു മികച്ച സൗഹൃദങ്ങളെ കോളേജിൽ നിന്നുണ്ട്, മികച്ച അധ്യാപകരുണ്ട്. സംഗീത കോളേജ് ആണെങ്കിലും മറ്റു പല വിഷയങ്ങളും പഠിക്കാനുണ്ടാവുമല്ലോ. ആ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? ഇംഗ്ലീഷ് പഠിക്കാൻ എനിക്ക് കുറച്ച് പാടായിരുന്നു. പക്ഷെ നല്ലൊരു ടീച്ചറാണ് പഠിപ്പിക്കുന്നത്, നമ്മളെ ശ്രീ ടീച്ചർ. ആ ടീച്ചർ നന്നായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞുതരും. പിന്നെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം അമ്മ എനിക്ക് പറഞ്ഞുതരും. ക്ലാസ് ടീച്ചർ വിനീത ടീച്ചർ നന്നായിട്ട് എല്ലാം സപ്പോർട്ടും ചെയ്യും. പഠിപ്പിച്ച പോർഷൻ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ പാടി അയച്ചു തരും. അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യും. സിത്താര ടീച്ചറും സംഗീത ടീച്ചറും അവരെല്ലാവരും നല്ലൊരു സപ്പോർട്ട് തന്നെയാണ്. പൊതുവെ പാട്ട് പാടുന്ന ആളുകൾ കവിതകളൊക്കെ ചൊല്ലാറുണ്ട്. കവിത ചൊല്ലുന്നൊരു സ്വഭാവമുണ്ടോ? ഞാൻ കവിത ചൊല്ലാറുണ്ട്. ഇവിടെ തന്നെ ഗാന്ധി ഭവനെ അവിടെ കവി അരങ്ങെന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് വ്യാഴാഴ്ച. അപ്പൊ ഞാൻ ഇടയ്ക്കൊക്കെ പോയി ചൊല്ലാറുണ്ട്. ഏതെങ്കിലും ഇഷ്ടപ്പെട്ട കവിതയിലെ കുറച്ച് വരികൾ? കവിത ഊരുകൾ ചുറ്റി നടക്കും. എനിക്ക് ദേശത്തിന്റെ കവിതയാണ്. ഊരുകൾ ചുറ്റി നടക്കും ഞങ്ങൾക്കേതൊരു നാടും തൈനാട്, ഉടയോരുറ്റോരേ വരുമെങ്ങൾ കുലകേ ഞങ്ങളുടെ തറവാട്. ഊണിനുഴക്കരയില്ലാത്തിരപ്പത് ഉടുതുണിയല്ലാതില്ലൊന്നും, മടിൽ കനമുള്ളൊരെള്ളോളം പെരുവഴിയിൽ തരുമ്പും ഭയമില്ല. പേടില്ല യാതൊന്നും ഇന്നോളം, ഇല്ല ഛേദം വരാനൊന്നുമെന്നാലും. പങ്കിട്ടാൽ തീരാത്ത ഭാഗ്യങ്ങൾ പാരിൻ്റെ ഭംഗികൾ ഞങ്ങൾക്കു തീരാണ്. വെള്ളവും വെട്ടവും ചെന്തിയും കുളിരമ്പിളി പെയ്യണ പൂമ്പട്ടും, പൈങ്കിളി കൊഞ്ചൽ താരാട്ടും പങ്ക പിടിക്കണ പൂങ്കാറ്റും, വൈരക്കല്ല് കുടന്നകൾ മേന്മേൽ വാരിപ്പൊലിക്കണവൻ കടലും, പൊന്നുരുക്കി പുതു പണ്ടം പണിയണ പോക്കുവയിലും വേണ്ടോളം വാരിക്കൊരു വിളമ്പി തന്നെ വലിയൊരു തമ്പ്രാൻ ഞങ്ങൾക്ക്, വലിയൊരു തമ്പ്രാൻ ഞങ്ങൾക്ക്. മറ്റു കുടുംബാംഗങ്ങൾ ആരൊക്കെയാണ് അമ്മയ്ക്ക് പുറമേ? എൻ്റെ ഏട്ടനുണ്ട്, അച്ഛനുണ്ട്, അമ്മ ഉണ്ട്, അനിയത്തിയുണ്ട്. അവരൊക്കെ നാട്ടിലാണോ? ഏട്ടൻ വയനാട്ടിൽ MBBS പഠിക്കുകയാണ്. എൻ്റെ അനിയത്തി BSc നഴ്സിംഗ് പഠിക്കുന്നു ഡൽഹിയിൽ. അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്, ടൈലറുമാണ്. വീട്ടിലാരാ പാട്ടൊക്കെ പാടുന്നത്? വീട്ടില് ഞാൻ പാടും. ഞാൻ കൂടാതെ എൻ്റെ ഏട്ടനും അത്യാവശ്യം പാടും. അനിയത്തിയും പാടും. പക്ഷെ അനിയത്തിക്ക് ഇംഗ്ലീഷ് പാട്ടൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. കൊറിയൻ പാട്ട് അങ്ങനത്തെ ഒക്കെ. എൻ്റെ അച്ഛനും അത്യാവശ്യം പാടും, അമ്മയും പാടും. അങ്ങനെയും തോന്നും ഞാനും പാടുന്നേന്ന് തോന്നും. എന്തായാലും സംഗീതത്തിന്റെ വഴിയിൽ സധൈര്യം മുന്നോട്ട് പോവുക. ആകാശവാണി പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ? പുലർവട്ടമൊക്കെ കേൾക്കാറുണ്ട്. രാവിലെ നേർവഴി കേൾക്കും, ചലച്ചിത്ര ഗാനങ്ങൾ, നോവൽ സഞ്ചാരം അതൊക്കെ കേൾക്കും. അതൊക്കെ കേൾക്കുമ്പോ എന്താണ് തോന്നാറുള്ളത്? ഞങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ലല്ലോ, ആ ഒരു വിഷമം നമുക്ക് തോന്നും. നമുക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ സ്വയം വായിക്കുന്ന പോലെ തോന്നും. നമ്മൾക്ക് വായിക്കാൻ പറ്റില്ല, പക്ഷെ വേറെ ഒരാളിലൂടെ നമുക്ക് എല്ലാം അറിയാൻ പറ്റുമ്പോ ഒരു സന്തോഷമല്ലേ. ഈ റേഡിയോ എന്ന് പറയുന്നത് കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ച് അവരേറ്റവും വലിയൊരു പ്രകാശം തന്നെയാണ്. എന്തായാലും മഞ്ജുശ്രീയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് എല്ലാവിധമായ ആശംസകളും. നേർവഴിയിൽ പങ്കെടുത്ത് മഞ്ജുശ്രീയുടെ വിശേഷങ്ങൾ ഞങ്ങളുടെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി. താങ്ക് യു. സദാ പാലയ സാരസാക്ഷി, സദാ പാലയ സാരസാക്ഷി, സദാ പാലയ സാരസാക്ഷി, സമാനരഹിത മോഹനാംഗി, സദാ പാലയ സാരസാക്ഷി, സമാനരഹിത മോഹനാംഗി, സദാ പാലയ. സംഗീത വിദ്യാർത്ഥിനിയായ PV മഞ്ജുശ്രീയുമായി ദിലീപ് MK നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ BT.